ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എന്തൊക്കെയാണ് ഒന്ന് രണ്ട്? എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെ ഇപ്പോൾ ആ കുട്ടികളിപ്പോൾ കൂടുതൽ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിരുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, പിന്നെ ഇതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളെ. അവർക്കൊക്കെ എൻ്റെ അടുത്ത് ആ പാരൻസ് തന്നെ നല്ല സന്തോഷത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മാം, ഇത് ചെയ്തതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വന്നിരുന്നിട്ടേ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അവരെ നമ്മൾ ഒന്ന് ഇരുത്തി കിട്ടാൻ. പക്ഷേ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് നമ്മൾ അവരുടെ ഒപ്പം കളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ഒപ്പം ആക്റ്റീവായി നിന്നിട്ട് നമ്മൾ ഈ മ്യൂസിക് അതിനൊപ്പം കൊടുക്കുമ്പം അവർ പതുക്കെ കാം ഡൗൺ ആയി അതിലേക്ക് വരുന്നുണ്ട്. അതാണ് നമുക്കൊരു അങ്ങനെ പതുക്കെ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ എന്നെ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ ഒരു 3 വയസ്സ് തുടങ്ങി ഞാൻ പാടി തുടങ്ങിയതാണ്. അപ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് മൂളിക്കൊണ്ട് അടങ്ങുക. എനിക്ക് വായി തോന്നിയ വാക്കുകൾ ഞാൻ പറയും. എന്നുവെച്ചാൽ ലിറിക്സ് ഒന്നും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, വായി തോന്നിയ വാക്കുകൾ പറയും. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, അവൾ പാടും. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്. അവർ പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെയാണ്, പെൺകുട്ടികൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പാട്ട് പഠിക്കാൻ വിടില്ല. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് പാടും, അവളെ പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിള്ളേർ അങ്ങനെ പ്രായത്തിൽ പലതും കാണിക്കും, സിനിമ പാട്ടൊക്കെ പാടും, അത് സീരിയസ് ആയിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ നന്നായിട്ട് പാടും കേട്ടോ, എന്നിട്ടാണ് പറഞ്ഞത്. അപ്പം സ്കൂളിൽ പോയപ്പം കോമ്പറ്റീഷൻ, ഞാനന്ന് 5th പഠിക്കാം, കോമ്പറ്റീഷന് വേണ്ടി സെലക്ഷൻ നടത്തുക. പാടാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ പാടുന്നു. ഞാൻ അങ്ങനെയാണ് എല്ലായിടത്തും കയറി പാടുന്നത്. പോയി അങ്ങ് ചെന്ന് പാടി കഴിഞ്ഞപ്പോൾ ശ്രീലതയ്ക്കാണ് ഫസ്റ്റ് എന്ന് വന്ന് പറഞ്ഞു. സാറ് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, അവൾ അസലായിട്ട് പാടിയിട്ടോ, അതുകൊണ്ട് അവളെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ അച്ഛൻ മനസ്സിലാക്കി എൻ്റെ ആ പാട്ടിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷൻ ആകുമ്പോൾ അച്ഛൻ വരും എൻ്റെ കൂടെ. അച്ഛനാണ് എനിക്ക് അതുപോലെ. പിന്നെ എനിക്ക് അച്ഛന് മ്യൂസിക് തെറാപ്പി, അതെങ്ങനെയാണ് അന്ന് മ്യൂസിക് തെറാപ്പി എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛന് വയ്യാണ്ടായിരുന്നു, അച്ഛന് ബോൺ ട്യൂമർ വന്നു, എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തായിരുന്നു ആകെ. അപ്പോൾ അച്ഛൻ വീക്കായിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, ഞാനിങ്ങനെ ഓരോ കൃതികളിങ്ങനെ പാടുമ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ, അതങ്ങനെ എന്തെങ്കിലും തെറ്റുമെന്ന് അച്ഛന് മനസ്സിലാവും. അത് അവിടെ അങ്ങനെ അല്ലല്ലോ, അത് എങ്ങനെയാണ് എനിക്ക് തോന്നണമെന്ന് പറയും. പക്ഷെ അത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് വെളുപ്പിന് 5 മണി 4 മണി ആ സമയത്തൊക്കെ എന്നെ അച്ഛനെ വിളിച്ചുകൊണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വിളിക്കും. അച്ഛനായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നു മുഴുവൻ. എന്നിട്ട് പറയും പാട്ടിൻ്റെ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ എന്ന് പറയും. അങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. പിന്നെ അച്ഛൻ ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ഷീരസാഗര ശയന അത് പാട് നീ, അങ്ങനെയാണ് അച്ഛൻ പറയാം. ആ ക്ഷീരസാഗര ശയനം ഒന്ന് പാടിയെന്ന് പറയും. ഞാൻ പാടി അച്ഛനറിയാം അച്ഛൻ പോവുകയാണെന്ന്. പാടി അങ്ങോട്ട് ഒരു പല്ലവി അങ്ങോട്ട് പാടിക്കുമ്പോഴത്തേക്കും ഒറ്റ കരച്ചില്ല. താരകനാമ അവിടെ അങ്ങോട്ട് പാടുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് കരയും ഭയങ്കരമായിട്ടിരുന്നു, ഞാനും കരയും കൂടെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ രാഗങ്ങളുടെ കൂടുതൽ ആ ഡെപ്ത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് ഇറങ്ങാനുള്ള കാരണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സംഗീതം എങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്നുള്ളതും അതിലൂടെ എങ്ങനെ അസുഖങ്ങളെ മാറ്റുന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ക്ഷീര സാഗര ശയന നനു ക്ഷീര സാഗര ശയന നനു ക്ഷീര സാഗര ശയന നനു ചിന്തല ബേട്ട വാലേ ഓ രാമ ക്ഷീര സാഗര ശയന നനു ചിന്തല ബേട്ട വാലേ
രാമ ക്ഷീര സാഗര ശയന അതിൻ്റെ ചരണത്തിലുണ്ട്. താരക നാമ ത്യാഗരാജ അർച്ചിത താരക നാമ ത്യാഗരാജ അർച്ചിത. അവിടെ എത്തുമ്പോഴാണ് എൻ്റെ അച്ഛൻ വല്ലാതെ കരയാം. അപ്പം എനിക്കും ഇപ്പോൾ പാടുമ്പോൾ അതെനിക്കത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഞാൻ പാടാറുണ്ടായിരുന്നില്ല, കുറേ കാലമായിട്ട് ഞാൻ പാടാറുണ്ടായിരുന്നില്ല. അത് പാടുമ്പോൾ എനിക്കിതെല്ലാം ഓർമ്മ ഞാൻ കരയുമായിരുന്നു. പിന്നെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തന്നെ ഇത് പാടിപ്പാടി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു. അങ്ങനെയാണ്. അതൊരു ഭയങ്കര എഫക്റ്റ് ആ രാഗത്തിന് കേട്ടോ, ദേവകാന്താരി. ഭയങ്കര ഒരുപാട് പേർക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് മിക്കവരും പറയും, ടീച്ചർ അതൊന്ന് പാടൂ, ചിലപ്പോൾ വന്നിരിക്കുമ്പോൾ ചോദിക്കും. അങ്ങനെ ചില രാഗങ്ങൾക്ക് ഭയങ്കര ഒരു പവറാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന രാഗങ്ങളില്ലേ, കൂടുതൽ ഫീല് തരുന്ന രാഗങ്ങൾ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മ്യൂസിക് തെറാപ്പിയിൽ. എന്നാൽ കുട്ടികൾക്കില്ലേ, അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇടിച്ചു പൊളിച്ചുള്ള പാട്ടുകളില്ലേ, അങ്ങനത്തെ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ അങ്ങനത്തെയൊക്കെ പാട്ടുകളില്ലേ, അതങ്ങനത്തെയൊക്കെ പാട്ടുകളൊക്കെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പാട്ടുകൾ അങ്ങനെ സെലക്ട് ചെയ്യണം. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതാണ്. അതിൽ അങ്ങനെ ഒരു വേർതിരിവ് ഒന്നും സംഗീതത്തിലില്ല. അല്ല, മ്യൂസിക് തെറാപ്പിയിൽ അങ്ങനെ ഇല്ല. പേഷ്യൻസിന് ഏത് കൊടുത്താലാണോ അവർക്ക് ഗുണം ഉണ്ടാവുക അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് നാടൻ പാട്ട് കേൾക്കുന്നതിലായിരിക്കും സുഖം, ചിലർക്ക് സ്തുതികൾ, ഇപ്പോൾ ഈ സ്തോത്രങ്ങൾ കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് മന്ത്രങ്ങളായിരിക്കും, ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമില്ലേ അത് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് സുഖം. അങ്ങനെ ഓരോരുത്തരുടെ ആ ഇഷ്ടമനുസരിച്ച് നമ്മൾ, ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് എഫക്റ്റീവ് ആവുന്ന എന്താണോ, എനിക്കിപ്പോൾ ഒരു പാട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചോളണമെന്നില്ല. അത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒരു തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റുക എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന്. ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. നമ്മൾ റിയാലിറ്റി ഷോയിലൂടെ തന്നെ വേണം പറയാനായിട്ട്. നഗുമോ, അത് ഭയങ്കര പ്രശസ്തമായ ഗാനമാണ് ചിത്രം സിനിമയിലൂടെ വന്നിട്ട്. അപ്പോൾ അതിലുള്ള ആ നഗുമോ, ആ രാഗം ആബേരിയാണ്. അതിനൊരു പ്രത്യേക ഒരു എന്താ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രാഗമാണത്. അപ്പോൾ അതിനകത്ത് ഈ നഗുമോ മൂഗനലേ నీనాజాలి తెలిసి నగుమో మూగనలే നീനാജാലി తెలిసి. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ പല വെറൈറ്റി മ്യൂസിക് പറയുകയാണ് ഞാൻ. നമ്മൾ പാടുമ്പോൾ ഇപ്പോൾ സോപാന സംഗീതം പറയാൻ കരൂക്കരെ നിറമൊത്ത തിരുമുടി ചുരുളിൽ നിറമയിൽ പീലിച്ചൂടും മുകുന്ദ ഞാൻ തൊഴുന്നേൻ. അതാ ഒരു ഭയങ്കര ഫീലാണ് അത് കേൾക്കുമ്പം. അതുപോലെ തന്നെ ദേവദുന്ദുബി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം, അത് ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ അത് ആബേരി രാഗത്തിൻ്റെ. അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള രാഗമാണ്, അത് കൂടുതൽ പേർക്ക് പേഷ്യൻസിന് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഭാഗ്യശ്രീക്ക് ഒരു ഭയങ്കര പവറാട്ടോ. എൻ്റെ അടുത്ത് ഒരു 3 പേഷ്യൻസ്, 2 പേര് ഓൺലൈനായിരുന്നു ഈ തെറാപ്പിക്ക് വന്നിരുന്നത്. അതിൻ്റെ ഉള്ള അവർക്ക് ഈ ഭാഗ്യശ്രീ അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ആ വ്യക്തി എൻ്റെ മുമ്പിൽ വന്നിരുന്നത്. ഞാൻ ചോദിക്കണേ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ മുഖം കറുപ്പിച്ച്, അതിന് താല്പര്യം ഇല്ലാത്ത പോലെ ആരൊക്കെയോ കമ്പൽ ചെയ്തിട്ട് വന്നിരിക്കണം ആ പുള്ളി. അപ്പം ഞാൻ പാടിയിട്ട് അവിടെ വന്നിട്ട് ഞാൻ ശ്രുതി ഇട്ടിട്ട് ആദ്യം ഇങ്ങനെ കുറച്ച് നേരം ഒന്ന്
ഇങ്ങനെ പുള്ളിയോടൊന്ന് നോർമലായിട്ട് സംസാരിച്ച് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഈ കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ ഞാൻ കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ അത് കർണാട്ടിക്കാണത്. അതുപോലെ തന്നെ കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക മുരുക. ആ വ്യക്തി അവിടെ ഇരുന്ന് കരഞ്ഞു. അതുപോലെ തന്നെ ഫിലിം സോങ് ഉണ്ട് കേട്ടോ അതിനകത്ത്. നമുക്ക് ചിലർക്ക് കർണാട്ടിക് മ്യൂസിക് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് ഫിലിം സോങ് കൊടുക്കാം. ആജരേ परदेसी मैं तो कब से खड़ी इस पार ये अखियाँ थक गए पंध निहार आजा रे परदेसी. ഫിലിം സോങ് പറയുകയാണെങ്കിൽ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, അതൊരു പാട്ടാണ്. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ എൻ്റെ ഗ്രാമസുന്ദരിക്കൊരു, അത് നല്ലൊരു പാട്ടാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി, മലയാളം വേണമെങ്കിൽ മലയാളം. അങ്ങനെ ഫിലിം സോങ് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം. അല്ല ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ് ഇഷ്ടമുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി കർണാട്ടിക് മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ പേഷ്യൻസിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മ്യൂസിക് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ്.